എന്താ മോനെ ജിത്തു, കുട്ടി സ്വപ്നം കണ്ടു പേടിച്ചോ? ഉരുൾപൊട്ടി മലവെള്ളം പാഞ്ഞു വന്നു. സാരമില്ല, മോൻ സ്വപ്നം കണ്ടതല്ലേ, കിടന്നുറങ്ങിക്കോ. മാഷേ, എന്താ നഞ്ചപ്പ? മാഷ് പോയില്ലേ? ഇവിടം വിട്ട് എവിടെ പോകാൻ? ഇതല്ലായിരുന്നു നമ്മുടെ ലോകം. മാഷേ, ഉരുളപ്പൊട്ടി ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ സ്കൂള് വിട്ട് ഈ മൈതാനത്ത് കുട്ടികൾ കളിക്കുന്ന സമയമാണ്. ഇപ്പോഴും ചെവിയിൽ കേൾക്കാം ആ കളിയും ചിരിയും ഒച്ചപ്പാടും. രാവിലെ ബെല്ലടിക്കുന്ന സമയമാകുമ്പോൾ ഞാനിങ്ങ് പോരും. പിന്നെ വൈകും വരെ ഞാനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എവിടുന്നൊക്കെയോ കുട്ടികൾ മാഷയെന്ന് വിളിക്കുന്നത് പോലെ. അപ്പവും ഖദീജയും ദിനേശുമൊന്നും ഇനി ഒരിക്കലും മാഷയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വരില്ലെന്നറിയാം. എങ്കിലും അവരൊക്കെ ഈ പരിസരത്ത് എവിടെയൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ. ഏതായി കുട്ടികള്? പത്രക്കാരാകാൻ പഠിക്കുന്ന കുട്ടിയോളാ. ചൂരൽമല ദുരന്തത്തെക്കുറിച്ച് എന്തൊക്കെയോ ചോദിച്ചപ്പോൾ ഞാൻ മാഷെ കാണാൻ പറഞ്ഞു. നമസ്കാരം സർ, ഞങ്ങൾ ജേർണലിസം വിദ്യാർത്ഥികളാണ്. കോഴിക്കോട് മാക്കോമിൽ നിന്ന് വരുന്നു. ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാനുള്ള ശ്രമത്തിലാണ് സാർ ഞങ്ങൾ. ദുരന്തങ്ങളെല്ലാം 4 നാളേക്ക് ആഘോഷിക്കുവാനുള്ള വാർത്തകൾ മാത്രമാകുന്ന ഈ കാലത്ത് നിങ്ങളെങ്കിലും ഒരു പഠനത്തിന് ശ്രമിച്ചല്ലോ. അത് നന്നായി. ഈ തകർന്നു കിടക്കുന്നത് കുറച്ച് വീടുകളും വിദ്യാലയങ്ങളും മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതം കൂടിയാ. മലയും കാടും പുഴയും അതിരിടുന്ന ഈ വിദ്യാലയമാണ് ഭൂമിയിലെ സ്വർഗമെന്ന് ഞങ്ങൾ അഹങ്കരിച്ചിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞില്ലേ? ഹലോ 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 ഹലോ. പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാകുന്ന കേരളക്കരയിൽ ചൂരൽമല ഉരുൾപൊട്ടൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പശ്ചിമഘട്ട മലനിരകളെയും പ്രകൃതിയെയും ഒന്നും സംരക്ഷിച്ചില്ലെങ്കിൽ കേരളം ദുരന്തഭൂമിയായി മാറുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ തകർന്നുപോയ വിദ്യാലയത്തിലെ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ വാസുമാഷെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സാർ, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ 100 കണക്കിന് മനുഷ്യരുടെ ജീവനുകൾ വിഴുങ്ങിയ വയനാട്ടിലുണ്ടായതുപോലുള്ള ഉരുൾപൊട്ടലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? കാലാവസ്ഥാ വ്യതിയാനമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? പ്രകൃതിയോടുള്ള മനുഷ്യന്റെ തെറ്റായ സമീപനമാണ് കാലാവസ്ഥാ വ്യതിയാനം പോലും സംഭവിക്കാൻ കാരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാട് കയറി പട്ടയം പിടിച്ചും പുഴകൾ നികത്തി മണിമന്ദിരങ്ങൾ പണിഞ്ഞും ഭൂമിയുടെ നട്ടെല്ലായ കരിമ്പാറക്കൂട്ടങ്ങളെ വെടിമരുന്നിട്ട് തകർത്തും വികസനത്തിന്റെ പേരിൽ വിളിച്ചു വരുത്തുന്ന ദുരന്തങ്ങളെ ഈ നാട്ടിലുള്ളൂ. പശ്ചിമഘട്ട മലനിരകളിലെ അനധികൃത കോറികൾക്കെതിരെ എന്നെപ്പോലുള്ളവർ നടത്തിയ സഹന സമരങ്ങളെ പുച്ഛിച്ചു തള്ളിയവരും കായികമായി നേരിട്ടവരും ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ തിക്കിത്തിരക്കിയെത്തിയത് മണ്ണുമാഫിയുടെയും കോറി മാഫിയുടെയും കാരുണ്യം കൊണ്ട് നീട്ടിക്കിട്ടിയ ജീവിതമാണ് എന്നെപ്പോലുള്ളവരുടേത്. പരിസ്ഥിതി ഞങ്ങൾ സംരക്ഷിക്കും, പരിസ്ഥിതി ഞങ്ങൾ സംരക്ഷിക്കും, 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 സംരക്ഷിക്കും. നമ്മുടെ മലകൾ സംരക്ഷിക്കും, നമ്മുടെ മലകൾ സംരക്ഷിക്കും. ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല, കോറി നടത്താൻ അനുവദിക്കില്ല, കോറി നടത്താൻ അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല. മലകൾ ഇടിച്ചു തകർത്തെന്നാൽ, മലകൾ
ഇടിച്ചു തകർത്തെന്നാൽ നദികൾ നമ്മൾ വറ്റിച്ചാൽ നദികൾ നമ്മൾ വറ്റിച്ചാൽ പുഴകൾ നമ്മൾ നശിപ്പിച്ചാൽ പുഴകൾ നമ്മൾ നശിപ്പിച്ചാൽ പ്രളയം നമ്മെ വിഴുങ്ങിയിടും. പ്രളയം നമ്മെ വിഴുങ്ങിയിടും. സംരക്ഷിക്കും 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 സംരക്ഷിക്കും. ഇല്ല ഇല്ല സമ്മതിക്കില്ല. ഇല്ല ഇല്ല സമ്മതിക്കില്ല. മലകൾ തകർക്കാൻ സമ്മതിക്കില്ല. മലകൾ തകർക്കാൻ സമ്മതിക്കില്ല. പൂട്ടിക്കും പൂട്ടിക്കും. കാടു ചുറ്റി വരുന്ന കാറ്റൊരു പാട്ടുമൂളുന്നേ, പാട്ടിലെങ്ങും തേൻ തുളുമ്പിയ മധുരമൊഴുകുന്നേ. കാട്ടുതേനട ചൂടി നിൽക്കും മലകൾ കണ്ടെന്നോ, മല ചുരത്തിയ വഴിയിലൂടൊരു പുഴ ചിരിച്ചെന്നോ. പുഴയിറമ്പിലുയർന്ന മുളപുല്ലാഞ്ഞി വള്ളികളിൽ ഉയലാടിയ കിളികൾ പുല്ലാങ്കുഴൽ വിളിച്ചെന്നോ. ഭൂമിയമ്മ ഉടുത്തൊരുങ്ങും ചേല കണ്ടെന്നോ, ചേല പച്ച വിരിച്ച കാടിൻ ചേലതാണെന്നോ. കാടുപൂത്തു നിറഞ്ഞു വർണ്ണ കുടകൾ മാറുന്നോ, മാരിവില്ലൊളി ചിന്നുമുത്സവകാലമായെന്നോ. മണ്ണി ദുർവരമാകുവാൻ മരമൊന്നു നട്ടിടാം, മാമരക്കുട നീർത്തിവാനിൻ ചോട്ടിൽ നിന്നിടാം. മണ്ണി ദുർവരമാകുവാൻ മരമൊന്നു നട്ടിടാം, മാമരക്കുട നീർത്തിവാനിൻ ചോട്ടിൽ നിന്നിടാം. ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും കവിയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നശിച്ചുപോയ വെള്ളാർമല സ്കൂളിലെ മലയാളം അധ്യാപകനുമായ നമ്മുടെ പ്രിയപ്പെട്ട വാസുമാഷാണ്. പരിസ്ഥിതി സന്ദേശം നൽകുവാനും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നതിനും അദ്ദേഹത്തെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പ്രളയവും കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തിൽ, പ്രത്യേകിച്ച് വയനാട്ടിലെ വിദ്യാർത്ഥികളായ നിങ്ങളോട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെയൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പരിസ്ഥിതി എന്നാൽ മലയും കാടും മരങ്ങളും മൃഗങ്ങളും പുഴയുമെല്ലാം ചേർന്ന ഒരു ജൈവ കുടുംബ വ്യവസ്ഥിതിയാണ്. എല്ലാം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നവ. ഒന്നില്ലാതായാൽ മറ്റുള്ളവയും നശിക്കും. മരം വെട്ടി കാട് നശിപ്പിച്ചാൽ, മല ഇടിച്ചാൽ, പുഴ നികത്തിയാൽ പ്രകൃതിമാതാവ് കോപിക്കും. അന്നവും അഭയവും തന്നവൾ സർവം നശിപ്പിക്കുന്ന സംഹാര രൂപിണിയാകും. അതിൽ അപരാധികൾ മാത്രമല്ല, നിരപരാധികളും ഇരകളാക്കപ്പെടും. നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് ഏറെ ദൂരത്തല്ലാത്ത ഞാൻ പഠിപ്പിച്ചിരുന്ന വെള്ളാർമല സ്കൂൾ ഇന്നില്ല. ഉരുൾ എടുത്ത ആ വിദ്യാലയത്തിലെ ചില വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ ജിത്തുവിനെ പോലെയും ചാരുവിനെ പോലെയും കുറേ പേർ. വെള്ളാർമലയിലെ എൻ്റെ വിദ്യാർത്ഥികളിൽ ചിലർ പാഠവും പാട്ടും കളികളും ഹാജർ വിളിയുമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് പുഴയുടെ കയ്യും പിടിച്ച് മറഞ്ഞുപോയി. അവരുടെ ആത്മാവുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൃക്ഷത്തൈകൾ ഞാൻ വിതരണം ചെയ്യുന്നു.
ഒരു തൈയും പാഴാക്കരുത്. പാഴാക്കുമോ? നമ്മൾ ഭാരതീയർ ജനിക്കുമ്പോഴും മരം നട്ടിരുന്നു, മരിക്കുമ്പോഴും മരം നട്ടിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഓരോ പിറന്നാളിനും ഒരു മരം നടണം. എന്താ അങ്ങനെ ചെയ്യില്ലേ? അങ്ങനെ ചെയ്താൽ നമ്മുടെ ചുടലത്തലയ്ക്കലും മരം നടാൻ ആരെങ്കിലും ഉണ്ടാകും. പുതിയ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? അമ്മായി, ഇതാ ഞങ്ങളുടെ മാഷ് വന്നിരിക്കുന്നു. ആ കേറി ഇരുന്നാട്ടെ മാഷേ. ആ, ഇവരെപ്പോഴും പറയും മാഷിനെക്കുറിച്ച്. ഞാനിന്ന് ഇവരുടെ പുതിയ സ്കൂളിൽ ഒരു പരിപാടിക്ക് വന്നതാ. ഓ അതെയോ? വെള്ളാർമല സ്കൂളിൽ ഇവരെൻ്റെ ക്ലാസ്സിലെ കുട്ടികളല്ലായിരുന്നോ? മരത്തെ കേട് തട്ടാതെ പുറത്തെവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് വരൂ. ചെല്ലേ. ആ മോള് ചെല്ല്. സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ, ഇപ്പം വേണ്ട. അല്ല, ഇവരുടെ അമ്മാവനോടെ പോയി? രാവിലെ പണിക്ക് പോയതാ മാഷേ. കുറച്ച് കഴിയുമ്പോൾ വരും. പണിയൊക്കെ ഉണ്ടോ? വലിയ കഷ്ടത്തിലാ മാഷേ. ആഴ്ചയിൽ 1-2 പണി കിട്ടിയാലായി. അതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളും വീട്ടുവാടകയും എല്ലാം കൂടി അങ്ങ് എത്തുന്നില്ല. ആ ഒരു കണക്കിന് നോക്കിയാൽ ഉരുള് പൊട്ടി ഒലിച്ചു പോയൊരു ഭാഗ്യവാന്മാരാ. ഈ ദുരിതങ്ങളൊന്നും അറിയണ്ടല്ലോ. അങ്ങനെ പറയാതെ. ജിത്തുവിനും ചാരുവിനും ഇനി നിങ്ങളല്ലേ ഉള്ളൂ? അറിയാം മാഷേ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളൊക്കെ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മുക്തരല്ല. സ്കൂളിലെ കൗൺസിൽ കൊണ്ട് മാറുന്ന മുറിവല്ല അവരുടെ മനസ്സിനേറ്റിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം കൂടി ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ജിത്തു നിലവിളിച്ചു. ഉരുള് പൊട്ടി വെള്ളം വരുന്നേന്ന് പറഞ്ഞാ കരയുന്നത്. എന്നും ഇങ്ങനെയാ. അവരുടെ കുഞ്ഞു മനസ്സിന് താങ്ങാൻ പറ്റാത്ത ആഘാതമാണ് സംഭവിച്ചത്. സ്നേഹവും കരുതലും കൊടുത്ത് നാം അവരെ ചേർത്ത് നിർത്തണം. എന്താവശ്യമുണ്ടായാലും എന്നെ വിളിക്കാൻ മറക്കണ്ട. എന്നാ ശരി. എന്നാ മാഷ ഇറങ്ങട്ടെ. മരത്തെ കളയാതെ നല്ലൊരു സ്ഥലത്ത് നടണം കേട്ടോ. മാഷേ, എന്താ മോനെ? എന്നാ മാഷേ ഞങ്ങൾക്ക് പഴയ സ്കൂളിൽ പോവാനാവുക? സ്കൂളൊക്കെ നന്നാക്കിയാൽ ഉടനെ പോവാലോ. എൻ്റെ കുട്ടികൾ പഴയ സ്കൂളിലെ പോലെ നന്നായി പഠിക്കണം കേട്ടോ. മാഷ ഇടയ്ക്ക് വരാം. എടാ പിള്ളേരെ, എന്താ പരിപാടി? ഞങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയ മരം നടുക. മരം ചെടിയൊന്നും ഇവിടെ നടാൻ പറ്റില്ല. അതൊക്കെ സ്വന്തം പറമ്പിൽ. മരം നടുന്നതിന് മുമ്പേ ആദ്യം വാടക കൃത്യമായി തരാൻ പറ നിങ്ങളുടെ അമ്മാവനോട്. അയ്യോ സാറേ, കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടല്ലേ. മരമൊക്കെ നട്ടു വളർത്തിയാലേ വാടക വീട് സ്വന്തമാണെന്ന് അങ്ങ് തോന്നിപ്പോകും. വാടകയോ കൃത്യമായി കിട്ടുന്നില്ല. പണിയില്ലാത്തതുകൊണ്ടല്ലേ സാറേ. അടുത്ത മാസം കൃത്യമായി തരാം. പണിയില്ലെങ്കിലേ എൻ്റെ പാറമടയിൽ വന്ന് കല്ല് ചുമന്നാ പോരെ. കല്ല് ചുമക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പം അങ്ങേർക്കില്ല സാറേ. ആരോഗ്യമില്ലെങ്കിൽ വല്ല പുറമ്പോക്കിലും പോയി കിടക്ക്. ഉരുളുപൊട്ടി വീട് പോയതല്ലേന്ന് കരുതിയിട്ടാ. ഇവിടെ മരവും ചെടിയൊന്നും നടാൻ പറ്റില്ല. ഇതൊക്കെ ഇടിച്ചു നിരത്തി ഫ്ലാറ്റ് പണിയാനുള്ളതാ. എന്താ രാവിലെ പരിപാടി? ഞങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയ മരം നടുക. മരമൊക്കെ വീട്ടുമുറ്റത്ത് നട്ടാ പോരെ? ഞങ്ങളിവിടെ വാടകയ്ക്കാ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടും സ്ഥലവും ഉരുള് പൊട്ടി ഒഴുകിപ്പോയതാ. മരം ഇവിടെ നടാൻ പറ്റില്ല. ഇത് വളർന്നാൽ എന്റെ പറമ്പിലേക്ക് ചായും. പോരാത്തതിന് ഇലക്ട്രിക് ലൈന്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ആ മരം അമ്പലപ്പറമ്പിലോ പുഴവക്കിലോ കൊണ്ടുപോയി നട്.
കുഞ്ഞുങ്ങൾ എന്താ പരിപാടി? ഞങ്ങള് മരം നടുക. മരത്തൈ നടുന്നത് നല്ലതാണ് മക്കളെ. പക്ഷേ ഇവിടെയുള്ള മരങ്ങൾ വെട്ടിയിട്ട് പുതിയ കല്യാണ മണ്ഡപം പണിയാൻ പോവാ. ഇവിടെ തീരെ സ്ഥലമില്ല, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നട്ടോളൂ. ഏട്ടാ എന്താ എല്ലാരും ഓടുന്നേ? ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തോ അപകടം പറ്റിയതായത്. അപകടമല്ല, കൊന്നതാ. കാടു ചുറ്റി വരുന്ന കാറ്റൊരു പാട്ടുമൂളുന്നേ, പാട്ടിലെങ്ങും തേൻ തുളുമ്പിയ മധുരമൊഴുകുന്നേ. കാട്ടുതേനട ചൂടി നിൽക്കും മലകൾ കണ്ടെന്നോ, മല ചുരത്തിയ വഴിയിലൂടൊരു പുഴ ചിരിച്ചെന്നോ. പുഴയിറമ്പിലുയർന്ന മുളപുല്ലാഞ്ഞി വള്ളികളിൽ ഉയലാടിയ കിളികൾ പുല്ലാങ്കുഴൽ വിളിച്ചെന്നോ. ഭൂമിയമ്മ ഉടുത്തൊരുങ്ങും ചേല കണ്ടെന്നോ, ചേല പച്ച വിരിച്ച കാടിൻ ചേലതാണെന്നോ. കാടുപൂത്തു നിറഞ്ഞു വർണ്ണ കുടകൾ മാറുന്നോ, മാരിവില്ലൊളി ചിന്നുമുത്സവകാലമായെന്നോ. മണ്ണിതുർവരമാകുവാൻ മരമൊന്നു നട്ടിടാം, മാമരക്കുട നീർത്തിവാനിൻ